ഹായ് കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ബീഫ് സ്റ്റൂ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളെല്ലാം പറഞ്ഞുതരാം. ഇത് അതിലിടാനുള്ള 100 ഗ്രാം പച്ചമുളക്, കുറച്ച് ഇഞ്ചി, പിന്നെ പട്ട, കറയമ്പ്, കുരുമുളക്, ഏലക്ക, കശുവണ്ടി പരിപ്പ്, മുന്തിരി, നെയ്യ് എടുത്തിട്ടുണ്ട്, മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിൽ ചേർക്കാൻ. ഇത് 1 കിലോ സവാള അരിഞ്ഞത്, ഇത് 2 തേങ്ങ ചിരണ്ടി വെച്ചേക്കണത്, പാല് പിഴിഞ്ഞെടുക്കണം. ഇത് ബീഫ് അരിഞ്ഞ് കഴുകി വെച്ചേക്കണം, 1.5 കിലോ ഉണ്ട്. ബീഫ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇടാം, കുറച്ച് ഇഞ്ചി ഇടാം. എന്നിട്ടത് ഇന്ന് നമുക്ക് വേവിക്കണം. ഇത് 1/2 കിലോ കിഴങ്ങുണ്ട്. ഇറച്ചി വെന്ത് കോരി മാറ്റി ഇനി അതിലേക്ക് നമ്മൾ ആ വെള്ളത്തിലാണ് ഇത് വേവിക്കണം. ഇത് 1/4 കിലോ ക്യാരറ്റ്, അതും അതിൽ കൂടെ തന്നെ ഇടുകയാണ്. ഇനി ഇതൊന്ന് 2 വിസിൽ കേട്ട് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് വേണം ഇനി വെക്കാൻ. നെയ്യ് ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ. കശുവണ്ടി വറുക്കാൻ പോവുകയാണ്. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മുന്തിരി ഇടണം. മുന്തിരി ഇടണേ, അത് വറുത്ത് കോരണം. എടുക്കാം. കുറച്ച് പട്ട ഇടാം, കറയാമ്പിടണേ, കുരുമുളക് ഇടണം, ഏലക്കായ ഇടുന്നു, പച്ചമുളക് ഇഞ്ചി ഇടുകയാണ്, സവാള ഇടുകയാണ്. ഇത് നന്നായി ഒന്ന് വാടണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം വേഗം വാടാൻ വേണ്ടി. ഇതൊരു 2 ടീസ്പൂൺ മൈദയുണ്ട്, അത് ഈ സവാളയിൽ കൂടി തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങ എടപ്പാൽ ഒഴിക്കാൻ പോകണേ, 2ാം പാല്. ഇനി നമുക്കിതിലേക്ക് ഇറച്ചി ഇടാം. ഇറച്ചിയിട്ട് ഇനി നന്നായിട്ടൊന്ന് തിളക്കണം. ഇറച്ചി വെള്ളത്തിൽ കിഴങ്ങ് വേവിച്ചതും ക്യാരറ്റ് വേവിച്ചതും കൂടി ഇഷ്ടമില്ലോട്ട് ചേർക്കാൻ പോകും. ആദ്യത്തെ പാല് ഒഴിക്കാൻ പോകുകയാണ് കേട്ടോ. കശുവണ്ടി മുന്തിരി വറുത്തത് ചേർക്കാൻ പോകുക. ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്.